ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ന് ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എന്റെ ശബ്ദം സിത്താരയുടേതുപോലെ ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഇടാൻ പറ്റാത്ത ചില സംഗതികളൊക്കെ പുറത്തോട്ട് ഞാനും അത് ശ്രദ്ധിച്ചു. ഇല്ല, ഒന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ഇതിന് ബേസിക്കലി വേണ്ടത് നമ്മൾ പാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ഓക്കെ? എന്നിട്ട് സിത്താര അടങ്ങുന്ന പ്രോജക്റ്റ് മലബാറിക്കസ് എന്ന് പറയുന്ന ബാൻഡിനെ നമ്മുടെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് അവർ പാടും, നമ്മൾ ചുണ്ടനക്കും. ഈസി പീസി, സിമ്പിൾ. Hey! We have the one and only Project Malabaricus. നമുക്ക് പ്രോജക്റ്റ് മലബാറിക്കസ് എന്ന് പറയുന്ന ആസ് എ ഹോൾ ടീം നമുക്കറിയാം. ഇനി ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലേ? മിഥുൻ പോൾ, ലിബോയ് പ്രസ്ലി കൃപേഷ്, അജയ് കൃഷ്ണൻ, ചെറിയ പേരാണ് വിജോ ജോബ്, സിത്താര നമുക്കറിയാം, സിത്താര കൃഷ്ണകുമാർ, ആൻഡ് ഓൺ ദ കീസ് ശ്രീനാഥ് നായർ. അയ്യോ പുഴകാട് അതിനങ്ങേ മലമേട് കളയല്ലേ മുടിയല്ലേ വേണ്ടരുതരുത്. ആന പുലിയോന്ത് കിളിപ്പാമ്പ് പുഴുമീന് ഒരു കൊല വേണ്ടേ അരുതരുത്. നീരോടും വഴികളിൽ പൂമേട് പണിഞ്ഞിട്ട് നാളെ നീ കരയരുതരുതരുത്. ഭൂവിൻ്റെ അവകാശി നീ മാത്രമല്ല, പലരാണെന്നു മറക്കരുതരുതരുത്. അരുത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 ് അരുത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 ്. ഇനിയരുതവനിയോടഴിമതി ഒരു ചെറുമഴുവെറിയരുതരുത്. ഇനിയരുതവനിയോടഴിമതി ഒരു ചെറുമഴുവെറിയരുതരുത്. 6 പേർക്കും 6 തരത്തിലുള്ള ലിസണിങ് ആണ്. 6 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ വരണേ. മ്യൂസിക്കിനോടുള്ള അപ്രോച്ച് ആണെങ്കിലും ബേസിക് ട്രെയിനിങ് ആണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. എന്നാൽ എല്ലാത്തരം പാട്ടുകളും കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പം അതിൻ്റെ മെലഡിയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് എക്സ്പോഷറുള്ള മ്യൂസിക് എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലാണെങ്കിൽ ഇവർ ഓരോരുത്തരും എന്താണോ കേൾക്കുന്നത്, എന്താണോ അവരുടെ അഫിനിറ്റി, അങ്ങനെയാണ് ഇത് പല രീതിയിലാവണത്. അല്ല, പല രീതിയിലാവുന്നത് പ്രശ്നം പോലെയല്ല. അത് സ്വാഭാവികമായിട്ട് ചെയ്യണത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഓരോ പാട്ട് വേറെ പോലെ വേണം എന്ന് വിചാരിച്ച് ചെയ്യണതല്ല. അതിലൊരു ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഇതിലേക്ക് ഇല്ല. എന്താ പറയുക, ബൈ ഡിഫോൾട്ട് നാച്ചുറലി നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ കൂടുതലും കുറവും ഒക്കെ ഞങ്ങളുടെ ലിസണിംഗ് നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടാവുന്ന പാട്ടുകൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്? ശ്രീനാഥ്. അല്ല, ആക്ച്വലി ഒരു ത്രെഡ് ഡെഫിനറ്റ്ലി നമ്മൾ ജാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ പ്രാക്ടീസ് സെഷൻസിന് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വെറുതെ ജാം ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു ത്രെഡ്, ഇപ്പോൾ ലിബോ ചേട്ടൻ എന്തെങ്കിലും ഒരു ഗ്രൂവ് തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ സോ വി സ്റ്റാർട്ട് ജാമിങ് ഓവർ ദാറ്റ്. ദെൻ ഷീ കംസ് അപ്പ് വിത്ത് എ ട്യൂൺ ഓർ സംതിങ്, ഒരു ത്രെഡ്. അതിൻ്റെ മുകളിൽ നമ്മൾ ജാം ചെയ്ത് കുറേ നേരം അങ്ങനെ ആ ഒരു ജാം സെഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ നമ്മളത് സ്ട്രക്ചർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദിസ് മേ സൗണ്ട് ഗുഡ് ആസ് എ സോങ് എന്ന് പറയും. ചെഞ്ചായം മോത്തെഴുതി ചെമ്പട്ടമേത്തു ചുറ്റി തെച്ചിപ്പൂ ചിരിചതറി ചോര ചാറിയ വാൾ ചുഴറ്റി ചെലമ്പൊച്ചകൾ ചെലച്ച് ചെമ്മണ്ണിൽ ചോടുവച്ച് പൊയ് കണ്ണിൽ തീപാറി ഭഗവതി 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 ഭഗവതി
ഒരു കൾച്ചറലി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവാണല്ലോ ഈ തെയ്യം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഹൗ ഇസ് ദ ഹോൾ മേക്കിംഗ് പ്രോസസ് ഓഫ് ദാറ്റ് ഹോൾ വീഡിയോ? അതായത് ആക്ച്വലി ഇത് ഇപ്പം ഞങ്ങളിൽ പലർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവിടെ ചെന്ന് ഇത് എത്ര നേരം എടുക്കും എന്നുള്ളത് ഞങ്ങൾ ലിറ്ററലി കണ്ട് അവിടെ മനസ്സിലാക്കിയതാണ്. കാരണം രാവിലെ തുടങ്ങി ഏർലി മോർണിംഗ് വി കെയിം ദർ, ഒരു അറൗണ്ട് ഒരു ഈവനിങ് ഒരു 6 o'clock ഒക്കെ ആയെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഫൈനൽ ഫോമാറ്റിലേക്ക് ആ മുഖത്തെടുത്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആവാൻ ഭയങ്കര സമയം എടുത്തായിരുന്നു. മ്യൂസിക് ഉണ്ടാക്കാനായിരുന്നോ അതോ ഇതിൽ അഭിനയിക്കാനായിരുന്നോ ഏറ്റവും കൂടുതൽ ടഫ്? ഇതിലൊരു സംഗതി എന്താ വെച്ചാൽ ഇതൊരു പോപ്പുലർ മീഡിയത്തിലേക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു റിച്വൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ തെയ്യം കിടക്കുന്നത്. അപ്പോൾ അത് അവരങ്ങനെ വന്നിട്ടൊരു പോപ്പുലർ മീഡിയത്തിന് വേണ്ടി ചെയ്യില്ല. അതൊന്നാമത്. കാരണം അത് ഒരു ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കുറേ വിശ്വാസങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ആക്ടേഴ്സ് വേണം. എന്നാൽ ഇത് അറിയുന്ന ആ ഈ ഇപ്പം പറഞ്ഞ മാതിരി ആ ഒരു കൾച്ചറൽ ബാക്ക്ഡ്രോപ്പും അതിന് ഡീറ്റെയിലിങ്ങും അറിയുന്ന ആളുകൾ വേണം. അപ്പം നമ്മളിതെല്ലാം കൂടി കൊളാബറേഷൻസിലാണ് ഇത് ചെയ്യണത്. ഫൈനലി ഒരിക്കൽ പോലും ഈ തെയ്യം നേരിട്ട് കണ്ട ആളുകൾക്ക് അറിയാം. അത് കണ്ട അനുഭവം നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് ഇവൻ പറയാൻ പോലും പറ്റില്ല. അത്രയും ഭയങ്കര ഒരു പ്രത്യേകതയുള്ളതാണ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ അത് അവിടെ പോയപ്പോൾ തന്നെ വേറെ തെയ്യം കാണാൻ പോയിരുന്നു, പെരുങ്കളിയാട്ടമൊക്കെ കാണാൻ പോയിരുന്നു. അപ്പം അതിനെ പരമാവധി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഇതിലേക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് കാണുമ്പം ഇത്രയും വർക്ക് ഇതിന് പുറകിലുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ അവിടെ ചെന്നിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ടെറൈനാണ്, അവിടെ ഒന്നുമില്ല. ഞങ്ങൾ കുറേ ഉള്ളിലൊക്കെ പോയിട്ടാണ് ചെയ്യണം. അപ്പം നല്ല ചൂടാണ്. ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ക്യാരി ചെയ്തിട്ടാണ് പോണതേ. അപ്പോൾ ആ പോക്കന്നെ നല്ല രസമാണ് കാണാൻ. എല്ലാവരും സഞ്ചിയൊക്കെ തൂക്കി വെള്ളമൊക്കെ ആയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ മനസ്സിലായി ഇവിടുന്ന് ഇനി പുറത്തേക്ക് പോകാൻ പറ്റില്ല, വേറെ ഒന്നും ഇല്ല, ഫോണിന് റേഞ്ചും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരൊക്കെ വെറുതെ അവിടുന്ന് ഓരോ വടിയൊക്കെ എടുത്ത് ഇവര് മൂപ്പനാണെന്നൊക്കെ സ്വയം അവര് അഭിനയിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അതിൽ ജീവിക്കുക, അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാം. അയ്യോ അതാണ് നല്ലത്, അതാണ് മെയിൻ. ഇതിന്റെ ലിറിക്സ് പാർട്ട് എടുത്ത് നോക്കിയാലും സിത്താരയുടെ ഹസ്ബൻഡാണ് ഇത് ചെയ്തിരിക്കുന്നത്, സജീഷാണ്, ഡോക്ടർ സജീഷാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പാട്ടുകളുടെയും ലിറിക്സിന് അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടാവും. ഇപ്പം ചായപ്പാട്ടാണെങ്കിൽ മുഹസിൻ പരാരിയാണ്, പിന്നെ ഹരിനാരായണൻ ജോയിൻ ചെയ്യാറുണ്ട്, മഞ്ജിത്ത് ഉണ്ട്. ഇത് വൈ സജീഷ്? അല്ല, ഇത് അദ്ദേഹത്തിന് ഏറ്റവും എന്താ പരിചയമുള്ള ഒരു ഇടത്തു നിന്നാണ് ആ പാട്ട് വരുന്നത്. ഏട്ടൻ അവിടെ കരിവള്ളൂർ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. ഈ തെയ്യം എന്ന് പറയുന്നത് എപ്പോഴും പോയി കാണുകയും അതിനോട് ഏറ്റവും പരിചയമുള്ള. അപ്പോൾ അതിൻ്റെ ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ല സത്യത്തിൽ ഈ പാട്ട്. നേരെ മറിച്ച് മുച്ചിലോട്ട് ഭഗവതിയുടെ ഒരു കഥയുണ്ട്. അതിന് പിന്നിൽ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ളൊരു ചെറിയ സീഡുണ്ട് ആ കഥയിൽ. അപ്പം അതിനെ പാട്ടാക്കണം എന്ന് പറഞ്ഞപ്പം അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതി തരാൻ പറ്റിയത് ആൾക്ക് തന്നെയാണെന്ന് തോന്നിയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പത്തെ മൊഹബത്ത് എന്ന് വന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലിറിക്സ് അയച്ചു തന്നെ. അപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ തോന്നി. വെറുതെ പാടി നോക്കി. ഞങ്ങൾ ചായപ്പാട്ട് പോലെ വെറുതെ മേശപ്പുറത്ത് തട്ടി പാടി തുടങ്ങിയതാ. പിന്നെയാണ് അത് ഇവരിങ്ങനെ സ്ട്രക്ചർ ചെയ്ത്. നിങ്ങളുടെ ഉള്ളിൽ കുട്ടേട്ടൻ ആരാണ്? ഹു കീപ്സ് ദ ടീം ടുഗദർ? ഞങ്ങൾ ഒരേപോലെയൊക്കെ ആലോചിക്കണേ. ഈ കുട്ടേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അവനെ കുട്ടനെന്നാ വിളിക്കുന്നത്, ശ്രീനാഥനെ. അപ്പൊ നമ്മൾ ഈ ഇത് മഞ്ഞുമല ഇറങ്ങിയപ്പോ എല്ലാരും പറഞ്ഞില്ലേ കുട്ടേട്ടൻ വി ഓൾ നീഡ് ഇൻ അവർ ലൈഫ്, ദ കുട്ടേട്ടൻ വി ഹാവ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഈ കുട്ടേട്ടൻ ആ കുഴിയിലൊക്കെ വീണാ തീർന്നു. ഇവൻ മൈൻഡ് കൂടി ചെയ്യില്ല, പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് ദിസ് ഇസ് ദ കുട്ടേട്ടൻ വി ഹാവ്. എപ്പോഴും വൈകി ഓടുന്ന തീവണ്ടി ഏതാണ് നിങ്ങളിൽ? അതായത് അതും കുട്ടേട്ടൻ തന്നെയാണോ? അങ്ങനെയല്ല. ശ്രീനാഥ് ആക്ച്വലി കൽക്കട്ടയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പാൻ ഇന്ത്യൻ അസറ്റാണ് ഞങ്ങളുടെ. അതായത് പല സ്ഥലത്തായിട്ടാണ്, ഇവിടെയും അവിടെയും. ഇപ്പൊ ബോംബെയിലാണ്. അപ്പം ശ്രീനാഥിന് എനിക്ക് തോന്നുന്നു ടൈം പാറ്റേൺ അവിടുത്തെ പോലെ. അവിടെ കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അല്ലേടാ ഇന്ത്യയിൽ അങ്ങനെ 2 ടൈം സോണിലെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല അതാണ് അങ്ങനെ ഞങ്ങളോട് അവൻ പറഞ്ഞേക്കണേ ഇതുവരെ. ഞങ്ങൾ അവിടെ ഇങ്ങനെയാ, ഞങ്ങൾ അങ്ങനെയാ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? ആർക്കും ഇഷ്ടമല്ല ആക്ച്വലി. ഞങ്ങൾ വെരി സിമ്പിൾ പീപ്പിൾ. ഇല്ല, അത് ശരി. 6 പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറി ആരാദ്യം ബില്ല് പേ ചെയ്യും? അജുമോൻ. സ്വീറ്റ് അജയ്. ഇല്ല, അജയാണ് എപ്പോഴും അജയന് തന്നെയാണ്. ഈ പൈസ കൊടുത്തിട്ട് പിന്നെ ആരൊക്കെയാണ് ജി പേ ചെയ്തു തരുന്നത്? ഞാൻ ചോദിക്കാറില്ല. ഇല്ല. ഓ അത് ശരി.
പാപ്പരായി. ഞങ്ങൾ അറിഞ്ഞു കൊടുക്കാറേ ഉള്ളൂ. അല്ല, എല്ലാ കൈൻഡാസിനും ബില്ല് മാനേജറിനെ കൊണ്ട് കൊടുക്കും. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ DMs വരുന്നത് ആർക്കാണ്? അങ്ങനെയല്ല, ബേസിക്കലി മലബാർ കേസിൽ എല്ലാവർക്കും ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇത് അടി വീഴാതിരിക്കാനുള്ള ഇത് സത്യമാണ്. നിങ്ങൾ ഗിഗ് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഓരോരുത്തർക്ക് ഓരോ സെഗ്മെന്റ് ആൾക്കാർ ഒന്ന് ചേട്ടാ ഒരു ഫോട്ടോ എന്ന് ചോദിക്കുന്നു. കാരണം നമ്മളടുത്ത് ഫോട്ടോ എടുക്കാൻ വരില്ല അവര്. അവിടെ മാത്രം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ശ്രീനാഥിന്റെ അടുത്ത് മാത്രം, അജയന്റെ അടുത്ത് മാത്രം, മിഥുന്റെ അടുത്ത് മാത്രം, എന്റെ അടുത്ത് മാത്രം, അങ്ങനെ ഫോട്ടോ എടുക്കുന്ന പല ഗ്യാങ്ങുകളുണ്ട്. അജയ്ക്കും ലിബോയ് ചേട്ടനാണ്. ആണല്ലേ? അതാണ് നമുക്ക് എല്ലാരും പറഞ്ഞാലേ അത് ഉത്തരവാദിത്വം. അല്ല, അതൊരു ഫാക്ട് ആണ്. അത് മേ ബി ശ്രീനാഥിന് വിഷമമുള്ള പോലെയില്ല അത് പറയുമ്പോൾ. മെജോറിറ്റി അവർക്കാണ്. എനിക്ക് തോന്നുന്നു ശ്രീനാഥിന്റെ അടുത്ത് എത്തണ വരെ അവൻ അവിടെ തിരിഞ്ഞു കളിക്കാറുണ്ടോ അല്ലേ, കേബിൾസ് ഒക്കെ മടക്കി. അല്ല, ശ്രീനാഥിനും ഉണ്ടാവേണ്ടതാണ്. കാരണം ശ്രീനാഥ് അടിപൊളിയായിട്ട് പാട്ടും പാടും. ശ്രീനാഥിന് വേറെ സെറ്റ് ഓഫ്, അതായത് ഇപ്പൊ ഈ നമ്മുടെ ലൈവ് കാണാൻ വരുന്നവർ മാത്രമല്ല, ശ്രീനാഥിന്റെ ഒരു മ്യൂസിക് ലൈവ് ആവുന്നത് രാത്രി 12 മണിയൊക്കെ കഴിയുമ്പോഴാണ്. അതായത് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഉറപ്പായിട്ടും കുട്ടൻ്റെ ഒരു ലൈവ് സെഷൻ പോകുന്നുണ്ടാവും. കുട്ടൻ്റെ ഒരു ഇതല്ലാണ്ട് ഇപ്പം എന്താ ഗസൽസ്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ അങ്ങനത്തെ ഒരു അഫിനിറ്റി ഉള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ആള് ഗംഭീരമായിട്ട് പാടുന്ന എല്ലാവർക്കും അറിയാം. ശ്രീനാഥിന് അവിടുന്ന് ഇവിടെ മാത്രമല്ല, നോർത്തുനിന്ന് മുതൽ ഫാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ആൾക്കാർ വേറെ. പിന്നെ ഞങ്ങളൊക്കെ കയറി പോടാ, നിർത്തടാ, മതിയടാ, ലൈവ് മതി, ഉറങ്ങ കൂട്ടാന്നൊക്കെ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ നിർത്തിക്കണ. ഇതൊന്നും പെടാണ്ട് വളരെ എന്താ പറയാ, അങ്ങനെയൊന്നും അതിന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളാണ് വിജു. വിജുവൻ അങ്ങനെ എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു അതിനെപ്പറ്റി ആലോചിക്കാറുണ്ടെന്നുള്ളത്. അല്ല, അപ്പൊ ഇതിലൊരു പച്ച പെർഫെക്ഷനിസ്റ്റ് ഉണ്ട്. അതായത് ആസ് എ ബാൻഡ്, അതായത് എന്തൊരു സാധനം കറക്റ്റ് പച്ചയായിട്ട് ഫീഡ്ബാക്ക് തന്നില്ല, ഇത് രസമായിട്ടില്ല. മിഥുൻ അവൻ പച്ചക്ക് പറഞ്ഞ് കണ്ണ് പൊട്ടിക്കും ഞങ്ങളുടെ തിരിച്ചു അതേപോലെ ഫീഡ്ബാക്ക് എടുക്കുമോ? എടുക്കും. അല്ല, അവനോട് പറയാം, മിഥുനോട് എന്ത് വേണമെങ്കിലും പറയാം, അതൊന്നും കുഴപ്പമില്ല. ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരും നമ്മൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അവൻ അങ്ങനെ തന്നെ പറയും, വളരെ ബ്ലേറ്റന്റ് ആയിട്ട് പറഞ്ഞ് നമ്മള് നമുക്ക് വിഷമാവോ എന്നുള്ള അങ്ങനെയൊന്നും ആലോചിക്കില്ല. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ തന്നെ അത് പറയും. കാലുമേലെ കാല് കേറ്റി സോഫയിലിരുന്നു നീ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള